പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച് തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 നവംബർ മാസം 5-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. അധികാരിയുടെ മനസ്സിനെ തിരിക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് സദൃശവാക്യങ്ങളുടെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിന് ഇരിക്കുന്നു, തനിക്കിഷ്ടമുള്ളിടത്തൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മുടെ ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് അധികാരിയുടെ ഹൃദയത്തെ തിരിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മുകളിൽ നിൽക്കുന്ന അധികാരികളുടെ മനസ്സിനെ തിരിക്കുവാനായിട്ട് ദൈവത്തിന് കഴിയും. നമ്മൾ കുറിവാക്യമായി വായിച്ചത് രാജാവിൻ്റെ ഹൃദയത്തെ തിരിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. അവൻ ഇഷ്ടമുള്ളിടത്തേക്ക് അവൻ അതിനെ തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവർ പറയുന്നുണ്ടാകാം, രാജാക്കന്മാരുടെ ഹൃദയമല്ലേ? എന്നാൽ ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ മുകളിൽ നിൽക്കുന്ന അധികാരികൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വിരോധമായിട്ടായിരിക്കാം നിൽക്കുന്നത്. ആ പട്ടണത്തിലെ ചില അധികാരികൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിലെ ചില അധികാരികൾ നിങ്ങളുടെ പേപ്പറുകളെ തടഞ്ഞു വെച്ചിട്ടുണ്ടാകാം. ജോലി സ്ഥലത്ത് ഉയർച്ച തരാതെ ഹല്ലേലൂയ എന്നും പ്രതികൂലത്തിൽ നിർത്തിയിരിക്കുന്ന ചിലരുണ്ടാകാം. പക്ഷെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, പ്രാർത്ഥനയ്ക്ക് അധികാരികളുടെ മനസ്സിനെ തിരിക്കുവാൻ കഴിയും. കാരണം എൻ്റെ ദൈവമാണ് നിങ്ങളുടെ മുകളിൽ നിൽക്കുന്ന മുഴുവൻ അധികാരികളെയും ആക്കി വെച്ചിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മൾ ആ വിഷയത്തിനകത്ത് പ്രാർത്ഥിക്കാൻ സമയമെടുക്കാൻ തുടങ്ങും. ഈ പ്രഭാതത്തിൽ തിമോത്തിയോസിൻ്റെ ലേഖനം 1 തിമോത്തിയോസ് 2-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിലേക്ക്. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് 2-ാമത്തെ വാക്യം, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. തിമോത്തിയോസിനോട് പൗലോസ് പറയുകയാണ്, സകല മനുഷ്യരും സ്വസ്ഥതയും സാവധാനവുമുള്ള ജീവിതം കഴിക്കേണ്ടതിന് സകല രാജാക്കന്മാർക്കും അധികാരികൾക്കും വേണ്ടി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങൾക്കും ദേശത്തിൽ വിരോധമായി നിൽക്കുന്ന എതിരുകൾ മാറുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ സമയത്ത് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. കാരണം ഹെരോദാവ് പത്രോസിനെ കാരാഗൃഹത്തിലാക്കി അടുത്ത ദിവസം തന്നെ കൊല്ലുവാൻ പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ സഭയുടെ പ്രാർത്ഥനയിൽ ഹെരോദാവിൻ്റെ കാരാഗൃഹത്തെ തുറക്കാൻ ദൂതന്മാർ ഇറങ്ങി വരുന്നത് കാണാൻ കഴിയും. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും വഴി തുറക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ ചെയ്യുവാൻ ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. എൻ്റെ ജീവിതാനുഭവം ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ മൂത്ത മകന് ഞാൻ ആ സമയത്ത് മറ്റൊരു രാജ്യത്തിലായിരുന്നു. ആ രാജ്യത്തിൽ ഇന്ത്യൻസിന് അത്ര പരിഗണനയില്ലാത്ത രാജ്യമാണ്. അവിടുത്തെ സ്കൂളിൽ എൻ്റെ മകനെ ചേർക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ സ്കൂളിലെ പ്രിൻസിപ്പാൾ എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഇന്ത്യൻസിൻ്റെ കോട്ട ഇല്ല,
ഇവിടെ വേക്കൻസി എല്ലാം ഫുള്ളായിരിക്കുകയാണെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി പ്രാർത്ഥിച്ചാൽ ലഭിക്കുമെന്നുള്ളത്. ഞാൻ ആ രാത്രിയിൽ ചില സമയമെടുത്ത് പ്രാർത്ഥിച്ചിട്ട് അടുത്ത ദിവസം പതിവ് പോലെ വീണ്ടും എൻ്റെ മകനുമായി ഞാൻ ആ സ്കൂളിൽ ചെന്നപ്പോൾ അന്ന് കണ്ട അധികാരി തന്നെയാണ്, ആ പ്രിൻസിപ്പാൾ തന്നെയാണ്. പക്ഷെ ഞാൻ കയറി ചെല്ലുന്നത് കണ്ടപ്പോൾ തന്നെ ഓടി വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി സീറ്റുണ്ട്, വാ, നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു തരാമെന്ന്. കാരണം ഒരു രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അധികാരിയുടെ ഹൃദയത്തെ ദൈവം തൊട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും എൻ്റെ തലമുറയ്ക്കും വേണ്ടി വഴി തുറന്ന ദൈവം ഇന്ന് ഇതേപോലെ തലമുറകളുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം. നാളുകളായിട്ട് വിവാഹം നടക്കാതെ നിൽക്കുന്നവരുണ്ടാകാം, ജോലിയിൽ ലീവ് കിട്ടാതെ നിൽക്കുന്നവരുണ്ടാകാം, മുമ്പോട്ട് പോകാൻ പറ്റാത്ത അനുഭവത്തിൽ ആ പട്ടണത്തിൽ ജീവിക്കുന്നവരുണ്ടാകാം. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ദാനിയേലിൻ്റെ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ കര ഉയർത്തിപ്പിടിച്ച് ഈ മിനിറ്റിൽ നിങ്ങൾ പറയണം, അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നവരാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ ദൈവം ഉന്നതന്മാർക്ക് മുകളിൽ നിൽക്കുന്നവരാണ്. ആത്മാവിലൊന്ന് സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ യോസേഫിനെ കാരാഗ്രഹത്തിൽ നിന്ന് മന്ത്രിപദത്തിലേക്ക് കൊണ്ടുപോകാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ ഞാൻ ഈ പ്രഭാത മെസ്സേജ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലവരെ ഉയർച്ചയുടെ സമയം വെളിപ്പെടാൻ പോകുന്നു. നിങ്ങൾ പ്രാർത്ഥനയിൽ ഒന്നുകൂടെ നിൽക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. സുവിശേഷത്തിന് വിരോധമായി ഈ കാലഘട്ടം ഉയരുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. കാരണം നമ്മുടെ ദൈവം ആരും സഹായമില്ലാത്തവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ഒരു സംസ്ഥാനത്ത് ദരിദ്രനെ പീഡിപ്പിക്കുന്നതും നീതിയും ന്യായവും എടുത്തു കളയുന്നതും കണ്ടാൽ നിങ്ങൾ വിസ്മയിച്ചു പോകരുത്. ഉന്നതനു മീതെ ഒരു ഉന്നതനും അവർക്ക് മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മുടെ കർത്താവ് ഉന്നതന് മുകളിൽ നിൽക്കുന്നവനാണ്. അവർക്ക് മീതെ അവൻ അത്യുന്നതനുമായിരിക്കുന്നത് കാണാൻ പറ്റും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ പട്ടണത്തിൽ നീതി ലഭിക്കുന്നില്ല, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ഉയർച്ച വരുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. കാരണം നമ്മുടെ ദൈവം ദേവന്മാർക്ക് മുകളിൽ നിൽക്കുന്നവരാണ്. നമ്മുടെ ദൈവം ഉന്നതന്മാർക്ക് മുകളിൽ നിൽക്കുന്ന അത്യുന്നതനാണ്. 97-ാം സങ്കീർത്തനം അതിൻ്റെ 9-ാമത്തെ വാക്യം കൊണ്ട് നമുക്ക് ചിന്തിക്കാം. യഹോവേ, നീ സർവ്വഭൂമിക്കും മീതെ അത്യുന്നതൻ, സകല ദേവന്മാർക്കും മീതെ ഉയർന്നവൻ തന്നെ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ സർവഭൂമിക്കും മീതെ അത്യുന്നതനായ ദൈവം, സകല ദേവന്മാർക്കും മുകളിൽ നിൽക്കുന്ന ഉന്നതനായ ദൈവം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് ഞാൻ അനേക ദൈവങ്ങളിൽ ഒരു ദൈവത്തെയല്ല വിളിക്കുന്നത്, ദൈവങ്ങളുടെ മുകളിൽ നിൽക്കുന്നവൻ, ദ കിങ് ഓഫ് കിങ്, ദ ലോർഡ് ഓഫ് ലോർഡ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുന്നെങ്കിൽ സ്വീകരിച്ചോ. എൻ്റെ ദൈവം അവനെപ്പോലെ മറ്റൊരാളില്ല. എൻ്റെ ദൈവത്തെപ്പോൾ ഉയർന്നവനായി വേറാളില്ല. അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് നാളുകളായി ഉയർച്ചയില്ലാത്തവർ, ജോലി സ്ഥലത്ത് എഴുന്നേൽപ്പില്ല, ലീവ് കിട്ടുന്നില്ല, കുടുംബമായി ഒരുമിച്ച് താമസിക്കാൻ പറ്റുന്നില്ല ഒക്കെ പറയുന്നവരുണ്ടെങ്കിൽ ഈ പ്രഭാത മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നെഹമ്യാവിൻ്റെ ദൈവം അധികാരികളുടെ ഹൃദയത്തെ തിരിക്കാൻ പോകുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യവും 6-ാമത്തെ വാക്യവും നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നു. രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്തെന്ന് ചോദിച്ചു. ഉടനെ ഞാൻ സ്വർഗത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട്. നെഹമ്യാവ് യെരൂശലേമിൻ്റെ മതിലിടിഞ്ഞു കിടക്കുന്നു എന്ന് കേട്ടിട്ട് വളരെ വേദനയിലും ദുഃഖത്തിലുമായി തീർന്നു. അത് പണിയണമെന്നുള്ള വലിയ ആഗ്രഹത്തിൽ രാജാവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്, ഒരു ലീവ് ചോദിക്കുവാനായിട്ട്. ആ സമയത്ത് രാജാവ് അവനോട് ചോദിക്കുകയാണ്, നിന്റെ അപേക്ഷ എന്താണ്? ആ അപേക്ഷ എന്താണെന്ന് ചോദിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തോട് അവൻ പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിയും. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട്, ഇന്നലകളിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നടക്കത്തില്ലെന്ന് പറഞ്ഞ ചില വിഷയങ്ങളിൽ ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഈ സമയം നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി വരാൻ പോവുകയാണ്. രാജാവിൻ്റെ ഹൃദയം തിരിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇതാ നിങ്ങൾ വിശ്വസിച്ച് എസ്തേറിൻ്റെയും മൊർദെഖായിയുടെയും ദൈവം രാത്രിയിൽ രാജാവിൻ്റെ ഉറക്കം കെടുത്തിയതായി കാണുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ചില അധികാരികളെ തൊടും, നിനക്ക് വേണ്ടി ചില പേപ്പറുകളെ സാങ്ഷനാക്കി തീർക്കും. ഒരു വഴിയും തുറക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഭാരപ്പെടരുത്. ഈ മണിക്കൂറുകൾ പ്രാർത്ഥനയോടെ നിൽക്കാൻ തയ്യാറാകണം. നെഹമ്യാവ് പ്രാർത്ഥനയോടെ രാജാവിനോട് മറുപടി പറയുകയാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അതിന് രാജാവും രാജ്ഞിയും അരികെ ഇരുന്നു. നിന്റെ യാത്രയ്ക്ക് എത്ര നാൾ വേണം? നീ എപ്പോൾ മടങ്ങി വരുമെന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെ എന്നെ അയക്കുവാൻ രാജാവിന് സമ്മതമായി. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നെഹമ്യാവിൻ്റെ ദൈവം രാജാവിൻ്റെ ഉള്ളത്തെ തിരിച്ചതായി കാണുന്നു. അവന് അവധി കൊടുക്കുകയും യെരൂശലേമിൻ്റെ പൊളിഞ്ഞു കിടക്കുന്ന മതിൽ പണിയുവാൻ
ഇതാ നെഹമ്യാവിനെ ദൈവം ഒരുക്കുകയും ചെയ്യുന്നത് കാണാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് മാസങ്ങൾ വർഷങ്ങൾ നടക്കാത്തത് ചിലർ എൻ്റെ ദൈവം ചെയ്തു തരാൻ പോവുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു അത്ഭുതം ദൈവം ചെയ്യാൻ പോവുകയാണ്. എൻ്റെ കൂടെ പ്രാർത്ഥിച്ച് കണ്ണുകൾ അടയ്ക്കാം. ഞാൻ അതേപോലെ വിശ്വസിക്കുന്നു. ഈ പ്രഭാതം അധികാരികളെ തൊടുന്ന പ്രഭാതമാണ്. എനിക്ക് വേണ്ടി ചില വഴികളെ തുറക്കുന്ന പ്രഭാതമാണ്. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, എന്നെ കാണുന്ന ഓരോ ദൈവമക്കൾക്ക് വേണ്ടിയും അത്ഭുതം അങ്ങ് ചെയ്യണമേ അപ്പ. അതിശയം ചെയ്യണം. അധികാരികളെ തൊട്ട് വഴികളെ തുറക്കുന്നവരായിട്ട് ഇന്ന് കണ്ട ഓരോ ദൈവമക്കൾക്കും വലിയ സാക്ഷ്യം പകരണം. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ സംഭവിച്ചതിനായി നന്ദി. ദൈവകൃപ വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങൾ കടന്നു വരണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇത് അനുഗ്രഹമാകും. വേഗത്തിൽ തന്നെ പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി നിങ്ങൾ വിളിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.